പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അവിടുത്തെ മക്കളായ ഞങ്ങളെ അവിടുത്തെ വലിയ സ്നേഹത്തിൽ ചേർത്ത് പിടിച്ചിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയും. അങ്ങയുടെ തിരുക്കുമാരനിലൂടെ ഞങ്ങൾക്കായി അവിടുന്ന് എഴുതുന്ന രക്ഷ സ്വന്തമാക്കുവാൻ ഓരോ നിമിഷവും അങ്ങയുടെ മക്കളായി ഞങ്ങളെ അവിടുന്ന് വിളിക്കുമ്പോൾ അവിടുത്തെ വിളി സ്വീകരിച്ചുകൊണ്ട് യേശുവിങ്കിലേക്ക് കടന്നു വരുവാൻ ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അതിൽ നിന്ന് ഞങ്ങളെ തടസ്സപ്പെടുത്തുന്ന, ലോകത്തെ തടസ്സപ്പെടുത്തുന്ന എല്ലാ പൈശാചിക സ്വാധീനങ്ങളെയും അന്ധകാര ശക്തികളെയും ഈശോയെ അവിടുന്ന് നിർവീര്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയിലൂടെ ലോകത്തെ സ്പർശിക്കുക എന്നുള്ള വലിയ സന്ദേശത്തിൽ അങ്ങ് ഞങ്ങളെ വിളിച്ചപ്പോൾ അതിന് പ്രത്യുത്തരം നൽകിക്കൊണ്ട് ഞങ്ങളായിരിക്കുന്ന ഈ 31-ാമത്തെ ദിവസത്തിൽ പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങളുടെ വേദനകളും ദുഃഖഭാരങ്ങളും എല്ലാ സങ്കടങ്ങളും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് കർത്താവേ ഞങ്ങളായിരിക്കുന്നു. പരിശുദ്ധാത്മ ശക്തിയാൽ ഞങ്ങളെ അവിടുന്ന് നിറയ്ക്കണമേ. ഉന്നതമായ അഭിഷേകത്താൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. വലിയ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പ്രിയപ്പെട്ട മക്കളെ, ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളും കർത്താവേ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ, സകല വിശുദ്ധരുടെ, യോസേപ്പ് പിതാവിന്റെ, മാലാഖമാരുടെ, സ്വർഗത്തിന്റെ വലിയ സാന്നിധ്യത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇരു കരങ്ങളും ഉയർത്തി സർവശക്തനായ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി കർത്താവേ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. നന്ദി, 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 നന്ദി. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ, കൃപ ചൊരിയണമേ. മാവിന്റെ ശക്തി ഞങ്ങളിൽ നിറയട്ടെ. യേശുവേ കരങ്ങളടിച്ച് ശക്തിയോടെ അത്യുന്നത ശക്തി, പരിശുദ്ധാത്മ ശക്തി എന്നിൽ നിറയട്ടെ. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മ ശക്തി എന്നിൽ നിറയട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. 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 ഒറ്റ വിളി ആത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, ശക്തിയുടെ ആത്മാവേ, ജീവന്റെ ആത്മാവേ, വിടുതലിന്റെ ആത്മാവേ, അഭിഷേകത്തിന്റെ ആത്മാവേ, ഞങ്ങളിൽ നിറയണമേ, കത്തിപ്പടരണമേ, ഏറ്റെടുക്കണമേ, നിയന്ത്രിക്കണമേ. ആത്മാവേ സ്ലീഹന്മാരിൽ നിറഞ്ഞ പോലെ അഭിഷേകത്തി കാറ്റായി വീശണമേ. പരിശുദ്ധാത്മാവേ, സ്ലീഹന്മാരിൽ നിറഞ്ഞ പോലെ എല്ലാ മക്കളിലും നിറയണമേ. അഭിഷേകത്തി കാറ്റായി വീശണമേ. പാപശക്തിയെ ജയിച്ചിടാൻ, ലോകശക്തിയെ ജയിച്ചിടാൻ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. പാപശക്തിയെ ജയിച്ചിടാൻ, ലോകശക്തിയെ ജയിച്ചിടാൻ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. കത്തിപ്പടരട്ടെ, കത്തിപ്പടരട്ടെ, ആത്മാവിൻ അഗ്നി കത്തിപ്പടരട്ടെ. കത്തിപ്പടരട്ടെ, കത്തിപ്പടരട്ടെ, ആത്മാവേ കത്തിപ്പടരട്ടെ, ആത്മാവിൻ അഗ്നി കത്തിപ്പടരട്ടെ. ഇരു കാര്യങ്ങളും ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തി, ആത്മാവിന്റെ ശക്തി, അഭിഷേകത്തിന്റെ ശക്തി ഈ സമയം കത്തിപ്പടരട്ടെ. വലിയ സൗഖ്യമായി, വിടുതലായി, അഭിഷേകമായി നിറയട്ടെ, നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശിവേ, 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 ശിവേ. നന്ദി, നന്ദി, നന്ദി. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, നന്ദി, നന്ദി. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. യേശുവേ
പരിശുദ്ധ അമ്മേ, മാതാവേ, അമ്മയുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധരെ, ഞങ്ങളുടെ കാവൽ മാലാഖമാരെ, നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം. ഞങ്ങളെ സഹായിക്കണം, ഞങ്ങളെ ബലപ്പെടുത്തണം. അമ്മയോട് ചേർന്ന് പ്രിയപ്പെട്ട മക്കളെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയപ്പെട്ട ദൈവമക്കളെ, 40 ദിവസത്തെ പ്രാർത്ഥന യജ്ഞത്തിലൂടെ ദൈവമായ കർത്താവ് വലിയ അഭിഷേകത്തിലേക്ക്, വലിയ ശക്തിയിലേക്ക് നമ്മെ നയിക്കുകയാണ്. ഇനി 31-ാമത്തെ ദിവസം നമ്മൾ പ്രത്യേകമായിട്ടും ധ്യാനിക്കുന്നത്, പ്രാർത്ഥിക്കുന്ന വിഷയം ന്യൂ ഏജ് മൂവ്മെൻറ്റ്, നവയുഗ മുന്നേറ്റം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകത്തെ മനുഷ്യമക്കളെ ഒത്തിരിയേറെ നശിപ്പിച്ചിരിക്കുന്ന പഞ്ചസാര പുരട്ടിയ വിഷമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഈ ന്യൂ ഏജ് മൂവ്മെൻറ്റ്. ഈ മൂവ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ പ്രത്യേകത മനുഷ്യമക്കളെ ദൈവത്തിൽ നിന്ന് അകറ്റുക, വിശ്വാസത്തിൽ നിന്ന് അകറ്റുക, കൂദാശയിൽ നിന്ന് അകറ്റുക. ഒരു സ്വർഗചിന്തയില്ലാതെ, നരകചിന്തയില്ലാതെ ഈ ലോകത്തിൽ തിന്ന് കുടിച്ച് സുഖിച്ച് ജീവിക്കുന്ന ഒരു പൈശാചികതയിലേക്ക് മനുഷ്യമക്കളെ നയിക്കുന്ന വലിയൊരു മുന്നേറ്റമാണ് ഈ ന്യൂ ഏജ് മൂവ്മെൻറ്റ്. 2003 ഈ ന്യൂ ഏജ് മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അപ്പസ്തോലിക പ്രബോധന ലേഖനത്തിലൂടെ യേശു ക്രിസ്തു ജീവജലത്തിൻ്റെ വാഹകൻ എന്ന് ഒരു വലിയ സന്ദേശത്തിലൂടെ ഒരു ശക്തമായ പ്രബോധനം നടത്തി. യേശു ക്രിസ്തു ജീവജലത്തിൻ്റെ വാഹകൻ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു അപ്പസ്തോലിക പ്രബോധന ലേഖനം ന്യൂ ഏജ് മൂവ്മെൻറ്റിനെതിരെ ശക്തമായുള്ള ഒരു പ്രബോധനമാണ്. ഈ ന്യൂ ഏജ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിന് ഏറ്റവും വലിയ അടിസ്ഥാനം ദൈവത്തെ അപ്പാടെ മാറ്റി നിർത്തി. മനുഷ്യൻ അവൻ്റെ കഴിവിൽ, പ്രകൃതിയുടെ ശക്തിയിൽ, ലോകത്തിൻ്റെ കരുത്തിൽ, അവൻ്റെ ബുദ്ധിയിൽ, അവൻ്റെ ആരോഗ്യത്തിൽ, മാത്രമല്ല ചില പൈശാചികമായ അരൂപികളുടെ ബന്ധനത്തിൽ, അതിൽ നിന്ന് കേന്ദ്രീകൃതമായ ശക്തിയിൽ ജീവിക്കുന്ന ഒരു തലത്തിലേക്ക് ഈ ന്യൂ ഏജ് മൂവ്മെൻറ്റിലൂടെ കടന്നു വരികയാണ്. ദൈവം വേണ്ട. നമുക്കറിയാം, അതിന് അടിസ്ഥാനമാണ് ഫ്രീമേസൺസ്. ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം ഫ്രീമേസണറി എന്നുള്ള ഒരു വലിയ സംഘടന സംജാതമായി. ഫ്രീമേസൺസിൻ്റെ ഒരു 34 പോയിന്റുകളുണ്ട്. ആ പോയിന്റുകൾ കത്തോലിക്ക സഭയിൽ വിശ്വാസ ജീവിതത്തിൽ എങ്ങനെയും അടിച്ചേൽപ്പിക്കാൻ വേണ്ടി അവർ ശക്തമായിട്ട് പ്രവർത്തിച്ചു. ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഫ്രീമേസൺസിൻ്റെ ശക്തമായ ഇടപെടൽ. അവിടെ നമുക്ക് കാണാൻ സാധിക്കും വലിയ കാര്യമാണ്. അതിൻ്റെ അനന്തരഫലമെന്ന പോലെ ഇന്ന് വിശ്വാസ ജീവിതത്തിൽ, ക്രൈസ്തവ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും അതിൻ്റെതായ ശക്തമായ സ്വാധീനം കടന്നു വന്നു. ഇതിൻ്റെ പ്രത്യേകത ദൈവികമായ കാര്യങ്ങൾക്ക് വലിയ താല്പര്യക്കുറവ് കാണിക്കുക, അല്ലെങ്കിൽ വിശുദ്ധമായ കാര്യങ്ങളെ അവഹേളിക്കുക, കൂദാശകളെ പരിഹസിക്കുക, ദൈവികമായ ചൈതന്യം ഇല്ലാത്ത രീതിയിൽ ആക്കിയെടുക്കുക. ഉദാഹരണം പറയാം, അവിടെ 34 പോയിന്റിലെ ആദ്യത്തെ പോയിന്റ്, ഒന്നാമത്തെ അവരുടെ ഒരു ആഗ്രഹമാണ് അവോയ്ഡ് ഓൾ ദ പ്രേയേഴ്സ് ഓഫ് സെന്റ് മൈക്കിൾ ഫ്രം ദ ലിറ്റർജി.
ആരാധനാ ക്രമത്തിൽ നിന്ന് വിശുദ്ധ മിഖായേൽ മാലാഖയുടെ എല്ലാ പ്രാർത്ഥനയും എടുത്തു മാറ്റുക. പിശാചിനാൽ നയിക്കപ്പെടുന്ന ഒരു ജനത്തിൻ്റെ വലിയ ഒരു പ്രവൃത്തി സെന്റ് മൈക്കിൾ, നമുക്കറിയാം, പിശാചിൻ്റെ ശക്തമായ ആക്രമണം സഭയെ നശിപ്പിക്കാൻ വേണ്ടി പോകുമ്പോൾ ലയോ 12 മാർപ്പാപ്പ പ്രത്യേകമാവിധം പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട് എഴുതിയ വലിയ പ്രാർത്ഥനയാണ് വിശുദ്ധ മിഖായേലിനുള്ള പ്രാർത്ഥന. ആ പ്രാർത്ഥന ഇല്ലാതാക്കാൻ വേണ്ടി പിശാച് ആഗ്രഹിച്ചു. ഫ്രീ മേസണറിക്കാരുടെ ആദ്യത്തെ പോയിന്റാണ് ഈ പ്രാർത്ഥന ഒഴിവാക്കുക എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ മാറ്റി നിർത്തി ദൈവത്തിൻ്റെ സ്ഥാനം ഞാൻ തന്നെ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞ് മനുഷ്യൻ ജീവിക്കുന്ന ഒരവസ്ഥയിൽ ദൈവികമായ, വിശുദ്ധമായ, സ്വർഗീയമായ എല്ലാ കാര്യങ്ങൾക്കും പ്രാധാന്യമില്ലാത്ത, താല്പര്യമില്ലാത്തൊരവസ്ഥ. ഉൽപ്പത്തി പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വചനത്തിൽ ഇതിൻ്റെ ഒരു അടിസ്ഥാനം സാത്താൻ മനുഷ്യനോട് പറയുന്നത്. ഉൽപ്പത്തി 3:4 വായിക്കാണ്. സർപ്പം സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ മരിക്കുകയില്ല, അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നും ദൈവത്തിനറിയാം. ദൈവത്തെ പോലെ ആകുന്നു. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, പിശാച്, സർപ്പം മനുഷ്യനെ പറ്റിച്ച, ചതിച്ച, പാപത്തിൽ വീഴ്ത്തി കൃപ നഷ്ടപ്പെടുത്തി കളഞ്ഞ വലിയ പ്രലോഭനമാ ദൈവത്തെ പോലെയാകും. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് അതുതന്നെയാണ് മാനവകുലത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന വലിയ ഒരു പൈശാചികത. ദൈവം വേണ്ട, ദൈവത്തെ വേണ്ട, ദൈവകൽപ്പന വേണ്ട, ദൈവത്തിൻ്റെ വചനം വേണ്ട, ഞാൻ എന്നിൽ തന്നെ മതിയായവനാണ്. ഒരു സ്വയം പോരിമ, താൻ പോരിമ. അതോടൊപ്പം തന്നെ എൻ്റെ കഴിവ്, എൻ്റെ ശക്തി, എൻ്റെ ആരോഗ്യം, അതിനൊക്കെ വലിയ പ്രാധാന്യം കൊടുത്ത് ഇന്ന് മനുഷ്യൻ ഈ തലത്തിൽ സ്വന്തമായ ഒരു സാമ്രാജ്യം പടുത്തുയർത്തും. ഇവിടെ വലിയൊരു പൈശാചികത മക്കൾ, നിങ്ങൾക്കറിയോ? പാപത്തെക്കുറിച്ച് ഇങ്ങനെയുള്ളവർക്ക് കേൾക്കണ്ട, പാപത്തെക്കുറിച്ച്, മാനസാന്തരത്തെക്കുറിച്ച് കേൾക്കണ്ട, ദൈവികമായ കാര്യങ്ങളെക്കുറിച്ച് കേൾക്കണ്ട. അതിനെക്കുറിച്ച് വിശുദ്ധ പൗലോസ് ലിഖ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ 4-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 5 വരെ തിരുവചനത്തിൽ വ്യക്തമായിട്ട് മനുഷ്യൻ്റെ ഈ ഒരു അവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട്. 2 തിമോത്തി ഇവിടെ പറയാണ്, ജനങ്ങൾ ഉത്തമമായ പ്രബോധനത്തിൽ സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു. അതാണ് ഈ കാലം. കേൾവിക്ക് ഇമ്പമുള്ളവയിൽ ആവേശം കൊള്ളുകയാൽ അവർ തങ്ങളുടെ അഭിരുചിക്ക് ചേർന്ന പ്രബോധകരെ വിളിച്ചുകൂട്ടും. കണ്ടോ? അവർ സത്യത്തിന് നേരെ ചെവിയടച്ച് കെട്ടുകഥകളിലേക്ക് ശ്രദ്ധ തിരിക്കും. നീയാകട്ടെ എല്ലാ കാര്യങ്ങളിലും സമചിത്തത പാലിക്കുക, കഷ്ടതകൾ സഹിക്കുകയും സുവിശേഷകന്റെ ജോലി ചെയ്യുകയും നിന്റെ ശുശ്രൂഷ നിർവഹിക്കുകയും ചെയ്യാം. എന്നാൽ ജനം അതിനൊന്നും പ്രാധാന്യം കൊടുക്കത്തില്ല, അവർ കെട്ടുകഥകളിലേക്ക് പോകും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതാണ് ന്യൂ ഏജ് മൂവ്മെൻറ്റിൽ സംഭവിക്കുന്ന വലിയ കാര്യം. സത്യമായ പ്രബോധനങ്ങളെ ആർക്കും കേൾക്കണ്ട. ഇവിടെ മറ്റൊരു കാര്യമുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന ഒത്തിരി പൈശാചികതകൾ, പ്രിയപ്പെട്ട മക്കളെ, അവനവൻ്റെ സുഖം, ഒരു സമൃദ്ധിയുടെ സുവിശേഷം. ന്യൂ ഏജ് മൂവ്മെൻറ്റിൻ്റെ ഒരു ശക്തമായ പൈശാചികതയാണ് പ്രോസ്പെരിറ്റി, സമൃദ്ധി. അവിടെ സഹനത്തിനൊന്നും വിലയില്ല, അല്ലെങ്കിൽ ഒരു തിന്മ, അതിനെക്കുറിച്ച് യാതൊരു പാപത്തെക്കുറിച്ച് ചിന്തയില്ല. ഇങ്ങനെ അവനവൻ്റെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു പൈശാചികത ഇവിടെ കടന്നു വരികയാണ്. ഇതിനനുസരിച്ചാണ് പല സംസ്കാരങ്ങളും സ്വഭാവങ്ങളും മനുഷ്യനിലേക്ക് കടന്നു വന്നത്. അതായത് ഇപ്പം നമുക്കറിയാം, യോഗ എന്ന് പറഞ്ഞാൽ ശരീരത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുക.
ശരീരത്തിൽ നമുക്കൊരു കാര്യം അറിയാം, ഈ ശരീരം ഉണ്ടല്ലോ, അതിനെ നമ്മൾ ആത്മാവിനാൽ നിഹനിക്കേണ്ട ഒന്നാ. പൗലോസേ പറയുന്നുണ്ട്, മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച ഞാൻ തന്നെ തിരസ്കൃതനാകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ഞാൻ കർശനമായിട്ട് നിയന്ത്രിച്ച് കീഴടക്കുന്നു. എന്നാൽ യോഗയിലൂടെ ചെയ്യുന്ന പ്രവൃത്തി ശരീരത്തെ അങ്ങോട്ട് ശക്തിപ്പെടുത്തുകയാണ്. കുണ്ടലിനി എന്ന് പറയുന്ന ഒരു ശക്തി ഉണർത്തിക്കൊണ്ട്, അതിലേക്ക് ഞാൻ അധികം പോണില്ല, ശരിക്കും കത്തോലിക്ക സഭയുടെ പഠിപ്പിക്കൽ ഈ യോഗയെക്കുറിച്ച് പഠിക്കണം പ്രിയപ്പെട്ട മക്കളെ. ഒത്തിരിയേറെ പൈശാചികമായ ജഡിക ശക്തി ഉണർത്തുന്ന ഒരു പ്രവൃത്തിയാണ്. ആ ഒരു തലത്തിലേക്ക് വന്നാണ്ടല്ലോ, ജഡത്തെ ഉണർത്തിക്കഴിഞ്ഞാൽ പിന്നെ പ്രിയപ്പെട്ട മക്കളെ ഇതിനെ പിടിച്ചു നിർത്തുക അസാധ്യമാണ്. അതോടൊപ്പം തന്നെ ഈ പല പല അതീന്ദ്രിയ ധ്യാനങ്ങൾ, സെൻ ബുദ്ധിസം, ശരീരത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഹോളിസ്റ്റിക് ട്രീറ്റ്മെന്റിലൂടെ ചില അതീന്ദ്രിയമായ പ്രവൃത്തികളിലൂടെ ശരീരത്തെ ശക്തിപ്പെടുത്താം, അവനവനെ തന്നെ ബലപ്പെടുത്താം. ഒരാത്മരക്ഷ സ്വയം എന്നുള്ള രീതിയിലേക്ക് അഹം ബ്രഹ്മാസ്മി ആത്മജ്ഞാനത്തിലേക്ക് വന്ന് അവനവനിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ദൈവത്തെ വേണ്ട എന്നുള്ള രീതിയിൽ പല പല റേക്കി, റിഫ്ലക്സോളജി, നമുക്കറിയാം, ഇങ്ങനെയുള്ള പല പല കൾട്ടിക് ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ പൈശാചികമായ ജഡികമായ ശക്തി ഉണർത്തി എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് മനുഷ്യൻ ദൈവത്തെ മാറ്റി നിർത്തി അവനവൻ്റെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ജീവിക്കുന്ന ഗതികേട് ഈ ന്യൂ ഏജ് മൂവ്മെൻറ്റിലൂടെ കടന്നു വന്നു. അതോടൊപ്പം തന്നെ വിശ്വാസത്തിൻ്റെ കാര്യങ്ങളിൽ ഒരു താല്പര്യക്കുറവ്, മാത്രമല്ല അവഹേളിക്കുക. ഈ ഫ്രീമേസൺസിൻ്റെ ഒക്കെ ബാക്കി പോയിന്റുകൾ നമ്മൾ കാണുന്നുണ്ട്. ഇന്ന് സഭയിലേക്ക് നോക്കുമ്പോൾ, വിശ്വാസത്തിലേക്ക് നോക്കുമ്പോൾ അപകടകരമായ, തിരിച്ചറിയാൻ പോലും പറ്റാത്ത രീതിയിൽ ഈ ന്യൂ ഏജിൻ്റെ ശക്തമായ സ്വാധീനം കടന്നു വന്നു. ഒന്ന് രണ്ട് കാര്യങ്ങൾ അച്ഛൻ പറയാം. അവിടെ പറഞ്ഞുകൊണ്ട് അൾത്താര, ദേവാലയത്തിലെ അൾത്താര. പ്രിയപ്പെട്ടവരെ, ദേവാലയം എന്ന് പറഞ്ഞാൽ എന്താണ്? കർത്താവിൻ്റെ കുരിശിലെ ബലി പരികർമ്മം ചെയ്ത് ആ ബലിയിലൂടെ സംജാതമായ രക്ഷ ദൈവമക്കൾക്ക് സ്വന്തമാക്കി എടുക്കാനുള്ള സ്ഥലമാണ് അൾത്താര, ദേവാലയം. അതിന് പരിശുദ്ധിയുണ്ട്. നമ്മൾ പണ്ട് കാലത്തെ ആൾക്കാരെ നോക്കിയാൽ മതി. ആ ബലിപീഠത്തിൻ്റെ ഏറ്റവും മുകളിലെ ബലിപീഠം, ആ ബലിപീഠം കഴിഞ്ഞിട്ട് 2-3 സ്റ്റെപ്പ് ഇട്ടതിന് ശേഷമായിരിക്കും അച്ഛന്മാരാരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ ഇരിക്കുക. ഇപ്പോൾ ഫ്രീമേസൺസുകാർ പറഞ്ഞ കാര്യം എന്നറിയോ? അൾത്താര ഒരു മേശ പോലെ പണിയുക, ഒരു മേശ. ആ മേശയോട് ചേർന്ന് തന്നെ കസേരയിട്ട് അവിടെ അച്ഛന്മാരെ ഇരുത്തണം. എന്താണ് ഒരു ഭക്ഷണമേശ എന്ന് പറഞ്ഞാൽ? വിശുദ്ധ കുർബാനയുടെ ചൈതന്യം, അതിൻ്റെ ദൈവികത, അതിൻ്റെ മഹത്വം അത് മനസ്സിലാക്കാതെ ഒരു ഭക്ഷണ ടേബിൾ പോലെ ഒരു അപ്പം മുറിച്ച് ഭക്ഷിക്കുന്ന അല്ലെങ്കിൽ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുന്ന ഒരു തലത്തിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ വിശുദ്ധ കുർബാനയെ തരം താഴ്ത്താനും ബലിപീഠത്തെ അത്രമാത്രം അശ്രദ്ധമായിട്ട് ഉപയോഗിക്കുവാനും ഇതാ അവർ ഒരു പദ്ധതി ഇട്ടു. അതിനനുസരിച്ച് നമ്മൾ പലയിടത്തും കാണുന്നുണ്ട്. ആൾക്കാർക്ക് നേരെ തന്നെ ബാക്കിൽ കസേരയിട്ട് അവിടെ ഇരിക്കും. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഇതാണ് ഞാൻ പറഞ്ഞ്, ഇന്ന് നമ്മൾ അറിയാതെ തന്നെ ഇപ്പം കയ്യിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന അവസ്ഥ. വിശുദ്ധ കുർബാന സ്വീകരിക്കേണ്ടത് നീലിംഗ് ആൻഡ് റിസീവിങ് ഹോളി കമ്മ്യൂണിയൻ ഇൻ ടങ്സ്, മുട്ടുകുത്തി നാവിലാണ് വിശുദ്ധ കുർബാന സ്വീകരിക്കേണ്ടത്. അതാണ് അതിൻ്റെ. എൻ്റെ ഉള്ളിലേക്ക് ആരാ വരുന്നത്? കൈകൊണ്ട് തൊടാൻ പറ്റുമോ എൻ്റെ ഈശോയെ? നാവിലൂടെ എൻ്റെ ഈശോയെ സ്വീകരിക്കുക, അത് മുട്ടുകുത്തി. നമ്മൾ പണ്ട് വിശുദ്ധ ബെനഡിക്റ്റ് പിതാവ് കുർബാനയ്ക്ക് കൊടുക്കുന്ന നിങ്ങൾ കണ്ടോ? അവിടെ എല്ലാ മക്കളും മുട്ടുകുത്തി നാവില ഈശോയെ സ്വീകരിച്ചിരുന്നത്. ഞാൻ പറഞ്ഞു വരിക, സഭയുടെ വിശ്വാസത്തിൻ്റെ കൗതാശികമായ ചൈതന്യം നഷ്ടപ്പെടുത്തിക്കൊണ്ട്, വിശുദ്ധ കുർബാനയുടെ ചൈതന്യം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇന്ന് പിശാച് നമ്മുടെ വിശ്വാസത്തിൻ്റെ കാര്യത്തിലും സഭയുടെ പല കാര്യങ്ങളിലും ഇത് കടന്നു വന്നു. നമുക്കറിയാം, നമ്മുടെയൊക്കെ ഈ കാലഘട്ടത്തിൽ ഓണക്കുർബാന, വിഷുക്കുർബാന, പള്ളിയിൽ വടംവലി, കലന്തല്ല്,
ഇതൊക്കെ ഉണ്ടല്ലോ പ്രിയപ്പെട്ട മക്കളെ, ഈ ദേവാലയത്തെ ഡെസക്രേറ്റ് ചെയ്യാനുള്ള, അതിൻ്റെ പരിശുദ്ധിയെ താഴ്ത്തിക്കെട്ടാനുള്ള പിശാചിൻ്റെ തന്ത്രം വിജയിച്ചു എന്നുള്ളതാണ്. അതിന് പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ അങ്ങ് നോക്കുമ്പോണ്ടല്ലോ സഭയുടെ വിശ്വാസത്തിൻ്റെ കൂദാശയുടെ അനുകരണങ്ങൾ, ഒത്തിരിയേറെ അനുകരണങ്ങൾ കയറി വന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ധ്യാന കേന്ദ്രങ്ങളിലും മറ്റ് പല ഇടങ്ങളിലുമൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവരെ പ്രോസ്പെരിറ്റിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തു. മനുഷ്യന് സുഖം കിട്ടണം, രോഗശാന്തി കിട്ടണം, കാര്യങ്ങൾ സാധിച്ചു കിട്ടണം. അതിനുവേണ്ടി ഈ യേശുക്രിസ്തു ജീവജലത്തിൻ്റെ വാഹകൻ എന്നുള്ള ഈ അപ്പസ്തോലിക പ്രബോധന ലേഖനത്തിൽ ശക്തമായിട്ട് പരിശുദ്ധ പിതാവ്, അന്ന് റാറ്റ്സിംഗർ, ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയായ റാറ്റ്സിംഗറാണ് ഇതിൻ്റെ പിന്നിലുള്ള വലിയ പ്രചോദനം. പ്രിയപ്പെട്ടവരെ, കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. എന്താണ്? ഒത്തിരിയേറെ പരസ്യങ്ങൾ നടത്തി, ഒത്തിരിയേറെ പ്രോസ്പെരിറ്റിയെ പ്രഘോഷിച്ച് നടത്തുന്ന ഓരോ കാര്യങ്ങളും മനുഷ്യനിൽ പ്രാധാന്യം കൊടുത്ത്, മനുഷ്യൻ്റെ സുഖത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയാണ്. ഇവിടെയൊക്കെ സംഭവിച്ചു പോയ വലിയ ദുരന്തം എന്ന് അറിയാമോ എൻ്റെ പ്രിയപ്പെട്ടവരെ? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുരിശു മരണത്തിൻ്റെ ശക്തി സ്വന്തമാക്കി എടുക്കുന്നതിൽ നിന്ന് മനുഷ്യ മക്കൾ പരാജയപ്പെട്ടു പോയി. ഇവിടെയാണ് യേശു ക്രിസ്തു ജീവജലത്തിൻ്റെ വാഹകൻ. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിനെ മാറ്റി നിർത്തിയിട്ട് അവന് രക്ഷപ്പെടാൻ പറ്റില്ല. ഇന്ന് ലോകം പറയും, ന്യൂ ഏജ് മുമ്പ് പറയും, ദൈവം വേണ്ട, കൂദാശ വേണ്ട, എനിക്ക് എന്നിൽ തന്നെ രക്ഷപ്പെടാൻ പറ്റും, അതിന് എന്നെ സഹായിക്കുന്ന കാര്യങ്ങളുണ്ട്. ലോകത്തിൻ്റെ ശക്തി. പിന്നെ ഇവിടെ ഒരു കാര്യമുണ്ട്, ഏക ദൈവത്തെ വിട്ടുപേക്ഷിച്ചിട്ട് ഭൂമിയെ, പ്രകൃതിയെ ഒരു ശക്തിയുടെ സ്രോതസ്സാക്കി ഈ ന്യൂ ഏജിൽ മാറ്റി. പ്രകൃതിയുടെ ശക്തി അവിടെ പറയുന്നുണ്ട്, ഇവിടെ കൃത്യമായിട്ട് പറയാ, ഈ പ്രപഞ്ചം ശക്തിയുടെ ഒരു സാഗരമാണെന്ന് പറയാം. ഊർജത്തിൻ്റെ സാഗരമാണ് ഈ പ്രപഞ്ചം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ശക്തി എവിടെ നിന്നാണ് വരുന്നത്? ഇവിടെയൊക്കെ ദൈവത്തെ അങ്ങോട്ട് മാറ്റി പ്രപഞ്ചത്തിൻ്റെ ശക്തി, പ്രകൃതിയുടെ ശക്തി മാത്രമല്ല, നക്ഷത്രങ്ങൾ, ചില മാലാഖമാർ, ചില അരൂപികൾ, ഇതിനൊക്കെ വിളിച്ചു വരുത്തി പല രീതികളിൽ പ്രിയപ്പെട്ടവരെ ദൈവത്തിൽ നിന്ന് മാറ്റി, ദൈവിക ശക്തിയെ മറന്ന്, ദൈവമാകുന്ന സാന്നിധ്യത്തെ മറന്ന് ഇന്ന് പല മറ്റ് ശക്തികളിലേക്കും മറ്റ് ഭൗമികമായ അല്ലെങ്കിൽ നക്ഷത്രപരമായ പല ബന്ധങ്ങളിലേക്കൊക്കെ പോകുവാൻ ഈ ന്യൂ ഏജിലൂടെ ഇടയായി. ഇതിൽ വന്ന് വേറൊരു പൈശാചികത, വ്യക്തിപൂജയ്ക്ക് വലിയ പ്രാധാന്യം വന്നു. വ്യക്തിപൂജ, ചിലർ മനഃശാസ്ത്രം, സൈക്കോളജി, അതോടൊപ്പം തന്നെ ചില അതീന്ദ്രിയമായ ചില ശക്തി ഉപയോഗിച്ചു. അതോടൊപ്പം തന്നെ മന്ത്രവാദത്തിൻ്റെ, തെയോഫസിയുടെ, അങ്ങനെ പൈശാചികതയുടെ പല മേഖലകളിലൂടെ ചില ആത്മീയ ശക്തി ഇവിടെ കൈവരിച്ചു. അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഉണ്ടല്ലോ ചില എന്താ പറയുക, ദർശന വരം പോലെയുള്ള സാധനം കിട്ടും. ഇപ്പം ചാത്തൻ സേവക്കാരെന്താ ചെയ്യുന്നത്? അവർ ചാത്തനെ കൊണ്ട് നിന്റെ ഭാവി പറയിപ്പിച്ചേക്കാം, പിശാചിനെ കൊണ്ട് അവർ ചില പ്രവൃത്തികൾ ചെയ്തേക്കാം. അങ്ങനെ വരുമ്പോൾ ചില വ്യക്തികൾക്ക് പ്രാധാന്യം കൊടുക്കുവാനായിട്ട് ഇടയായി. ഇതൊക്കെ ഈ ന്യൂ ഏജിൻ്റെ പൈശാചികതയാണ്. നമുക്കറിയാം, ഇന്ന് നമ്മളൊക്കെ വിശ്വാസത്തിൽ വന്നു, ചില മക്കൾ മാനസാന്തരത്തിൽ വന്നു. കുറെ കഴിഞ്ഞപ്പോൾ അവർ അഹങ്കാരത്തിൽ മതിമറന്ന് ചില ശക്തികളുടെ പിന്നാലെ പോയി. പിന്നീട് സഭയിൽ നിന്ന് വിട്ടുമാറി വ്യക്തിപരമായ ഗ്രൂപ്പുകൾ തുടങ്ങി. അങ്ങനെ നമ്മുടെയൊക്കെ കേരളക്കരയിൽ തന്നെ ഒന്നോർത്തേക്ക് മക്കളെ, ഒത്തിരിയേറെ ഭിന്നിച്ച് പോയ, സഭ വിട്ട്, കൂദാശ വിട്ട്, അവൻ ദൈവമായി, അവൻ ഗ്രൂപ്പായി, അവനെ അനുഗമിക്കാൻ കുറെ പേരായി. അങ്ങനെ ഈ ഒരു ആത്മീയമായ മേഖലയിൽ ഒരു കാര്യം അച്ഛൻ പറയാം, ചില കൗൺസിലേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ചില ഈ കൂടോത്രമൊക്കെ വെച്ചത് എടുത്തുകൊണ്ട് പോകുന്ന ടീമുകളുണ്ട്. ഒത്തിരിയേറെ പൈശാചികത. പ്രിയപ്പെട്ടവരെ, ഇതിനൊക്കെ പ്രാധാന്യം കൊടുത്ത് 25,000 കൊടുത്ത് എടുത്തുകൊണ്ട് പോകണു, 50,000 കൊടുത്ത് എടുത്തുകൊണ്ട് പോകണം. ഇതൊക്കെ ഒരു തിന്മയുടെ ശക്തിയുടെ സ്വാധീനത്തിലൂടെ ചെയ്യുന്ന പ്രവൃത്തികളായിട്ട് മാറി, വ്യക്തി പൂജയായിട്ട് മാറി, ആത്മീയതയെ പൈശാചികമായ തലത്തിൽ
വിറ്റ് കാശാക്കുന്ന ഒരു വലിയ പൈശാചികത എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഈ ന്യൂ ഏജ് മൂവ്മെൻറ്റിൻ്റെ ഒരു സ്വാധീനത്തിലൂടെ കടന്നു വന്നു. ഇവിടെയൊക്കെ എന്നെ കാരണം അറിയോ? യേശു ക്രിസ്തുവിനെ വിട്ടുപേക്ഷിച്ചു. ജെറമ്യാ പ്രവാചന പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വചനം പറയാ, എൻ്റെ ജനം 2 തെറ്റുകൾ ചെയ്തു. ഒന്ന്, ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ ഉപേക്ഷിച്ചു. 2, ജലം പ്രദാനം ചെയ്യാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിച്ചു. എന്നതാ ചെയ്യുന്നത്? പൊട്ടക്കിണർ നോക്കിക്കുന്ന പരിതസ്ഥിതിക്ക് ഭയങ്കര പ്രാധാന്യം, കാട്ടുമൃഗങ്ങൾക്ക് വലിയ പ്രാധാന്യം. ഇനി അതുമല്ലെങ്കിൽ വളർത്തു പട്ടിയല്ല, ഈ തെരുവ് പട്ടികൾക്ക് ഭയങ്കര സ്ഥാനം. ആ വിറ്റങ്ങളെ കൊന്ന പ്രശ്നം. കഴിഞ്ഞ ദിവസം ഞങ്ങളാണ് ഒരു പാവപ്പെട്ട കർഷകൻ തൻ്റെ കൃഷിയിടത്തിൽ ഇറങ്ങിയ ഒരു പന്നീനെ കൊന്നതിൻ്റെ പേരിൽ ഫോറസ്റ്റുകാർ അറസ്റ്റ് ചെയ്തുക, ജയിലിൽ ഇട്ടു. എന്നാൽ ഉള്ളിൽ വസിക്കുന്ന ഒരു കുഞ്ഞിനെ കൊന്നാൽ അതിനെ പരിരക്ഷിക്കാൻ ആരുമില്ല. മനുഷ്യജീവന് വിലയില്ല, ദൈവത്തിന് വിലയില്ല, ദൈവികമായ കാര്യങ്ങൾക്ക് വിലയില്ല. ഇതൊക്കെ പ്രിയപ്പെട്ട മക്കളെ ഈ ന്യൂ ഏജിൻ്റെ നവയുഗത്തിൻ്റെ പൈശാചികതയിൽ ദൈവത്തിനോ ദൈവിക ജീവനോ പ്രാധാന്യമില്ലാതെ ലോകത്തിനും ലൗകികമായ കാര്യങ്ങൾക്കും ലോകത്തിൻ്റെ വസ്തുക്കൾക്കും പ്രാധാന്യം കൊടുക്കുന്ന വലിയ പൈശാചികത ഈ നവയുഗ ഈ മുന്നേറ്റത്തിൽ കടന്നു വരികയാണ്. മാത്രമല്ല, ഞാൻ വീണ്ടും പറയാ, ദേവാലയത്തെ മലിനമാക്കുന്ന പ്രവൃത്തികൾ, ദേവാലയത്തെ കച്ചവട സ്ഥലമാക്കുന്ന പ്രവൃത്തികൾ, ദേവാലയത്തെ മറ്റു കാര്യങ്ങൾക്ക് ഞാൻ പറയും വിശുദ്ധ കുർബാന അർപ്പിക്കാൻ കൂദാശ പരിക്രമം ചെയ്ത് യേശുവിനെ സ്വന്തമാക്കാൻ, യേശുവിൻ്റെ ബലി സ്വന്തമാക്കാൻ മാത്രം ഉപയോഗിക്കേണ്ട ദേവാലയങ്ങളെ, ബലിപീഠങ്ങളെ മറ്റ് പലതിനും നമ്മൾ ഉപയോഗിച്ചു. സിനിമക്കാർക്ക് കൊടുത്തു, മറ്റു പല പ്രവൃത്തികൾക്ക് വിട്ടുകൊടുത്തു. ആരതി, ഡാൻസ്, തുള്ളല് ഇതൊക്കെയാക്കി ദേവാലയത്തിൻ്റെ പരിശുദ്ധി നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ. വിശുദ്ധ കുർബാന ഷോളിട്ട് ഇരുന്നർപ്പിക്കുക നവയുഗ ഒരു സംസ്കാരമാണ്. കുരിശിലെ ബലിയുടെ മഹത്വം മനസ്സിലാക്കാതെ കുർബാനയെ അനുകരിച്ചുകൊണ്ട് അവിടുന്ന് കയറ്റി ഇവിടുന്ന് കയറ്റി അനുകരണത്തിലൂടെ മറ്റ് പല സംസ്കാരങ്ങൾക്ക് അനുരൂപപ്പെടുത്തിയപ്പോൾ പ്രിയപ്പെട്ട മക്കളെ, ശുദ്ധ കുർബാന കുരിശിലെ ബലിയുടെ ജീവദായകമായ ബലിയുടെ ചൈതന്യം നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഇങ്ങനെ അങ്ങോട്ട് നോക്കുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ, പല മേഖലകളിൽ കൂദാശകളുടെ ദൈവികതയുടെ ക്രിസ്തുവിൻ്റെ ചൈതന്യം, അവൻ്റെ രക്ഷാകര പ്രവൃത്തി ഇതാ മനുഷ്യ മക്കള് നശിപ്പിച്ചു കളഞ്ഞു. മാത്രമല്ല, അവൻ പഠിപ്പിച്ചു, ന്യൂ ഏജ് പഠിപ്പിച്ചു, രക്ഷപ്പെടാൻ യേശു ക്രിസ്തു ഒന്നും വേണ്ടെന്ന്. നീ വിചാരിച്ച നിനക്ക് രക്ഷപ്പെടാൻ പറ്റും. സ്വയം സാക്ഷാത്കാരം, ദൈവം എൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്, ഏകാന്തതയിൽ അവനൊന്നായി തീരുക, അതല്ലേ അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറയുക. അങ്ങനെ ഒന്നായിത്തീരുന്നത് ആ തലത്തിലേക്ക് വന്നപ്പോൾ പ്രിയപ്പെട്ട മക്കളെ, യഥാർത്ഥമായ സത്യം മറന്നു. യേശു ക്രിസ്തു ഏകരക്ഷകനെന്ന് പ്രഘോഷിക്കാൻ ആളുകളില്ലാതെയായി. എല്ലാവരിലുമുണ്ട് വിശ്വസാഹോദര്യം. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ, ഇന്ന് ഈ യുഗത്തിൽ, നമ്മുടെ പാരമ്പര്യത്തിൻ്റെ മേഖലകളിൽ നമുക്ക് പറ്റിപ്പോയി യേശു ക്രിസ്തു ഏകരക്ഷകനെന്നും അവനാണ് ജീവജലത്തിൻ്റെ വാഹകനെന്നും സ്വീകരിക്കാനും അത് പ്രഘോഷിക്കാനും അതിനുവേണ്ടി നിലകൊള്ളാനും അതിനുവേണ്ടി കൂദാശകളെ പരിക്രമം ചെയ്യാനും അതിനുവേണ്ടി നമ്മുടെ മക്കളെ വളർത്താനുമൊക്കെ പരാജയപ്പെട്ടു. അവിടെ പിശാച് ജയിച്ചു. പ്രിയപ്പെട്ട മക്കളെ, ഈ ന്യൂ ഏജ് മൂവ്മെൻറ്റിൻ്റെ ഓരോ പ്രവൃത്തികളും, അതോടൊപ്പം തന്നെ അവൻ കണ്ടുപിടിച്ച എല്ലാ കണ്ടുപിടുത്തങ്ങളും പിശാചിൻ്റെ വലിയ പ്രവൃത്തി. എന്തിനെന്നറിയോ? കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് നമ്മെ അകറ്റുന്ന പ്രവൃത്തി. ഞാനിതൊക്കെയുമായിട്ട് ബന്ധപ്പെട്ട് ആരാധനയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധ അമ്മ ഒരു വലിയൊരു സന്ദേശം നൽകി. 2 കാര്യങ്ങളെ പറഞ്ഞ്, പിതാവിൻ്റെ ഹിതം, പിതാവിൻ്റെ സ്വപ്നം. പിതാവിൻ്റെ ഹിതം, പിതാവിൻ്റെ സ്വപ്നം പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തി തന്ന വലിയൊരു വേദനയാണ്. ഒന്ന്, പിതാവിൻ്റെ ഹിതം, അത് ഈശോ പൂർത്തിയാക്കി. പിതാവേ, എൻ്റെ ഹിതമല്ല നിന്റെ ഹിതം പൂർത്തിയാകട്ടെ എന്ന് പറഞ്ഞ്
ഈശോ പിതാവിൻ്റെ ഹിതം പൂർത്തിയാക്കി. എന്നാൽ പിതാവിൻ്റെ ഒരു സ്വപ്നമുണ്ട് മക്കളെ, അത് ഇതുവരെയും പൂർത്തിയായിട്ടില്ല. അതെന്തെന്നറിയോ? ഞാനും നീയും ഈ കുരിശിൽ പിതാവിൻ്റെ ഹിതം നമ്മെ രക്ഷിക്കാൻ വേണ്ടി പൂർത്തിയാക്കിയ യേശു ക്രിസ്തുവിൻ്റെ കുരിശിലെ ബലി സ്വന്തമാക്കേണ്ട പോലെ സ്വന്തമാക്കി എടുക്കാത്തതിൻ്റെ ഒരു നൊമ്പരം, പിതാവിൻ്റെ സ്വപ്നം ഇതുവരെയും സാക്ഷാത്കരിക്കപ്പെട്ടിട്ടില്ല.